അസ്സലാമലൈക്കും. SR ഖലീജ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. ആ ഉപ്പുമാവിന് ആവശ്യമായ സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഇതേമാതിരി ഒരു 4 സവാള എടുത്ത് നീളത്തിന് അരിഞ്ഞെടുത്തതാണ്. അതാ നോക്കൂ, 4 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് താളിക്കാൻ ആവശ്യത്തിനുള്ള കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് നമുക്ക് ആവശ്യത്തിന് ഞാനൊരു 4-5 വറ്റൽമുളക്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇതേമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാം ഉണക്ക മുന്തിരിങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്ത നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള 50 ഗ്രാം നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1 കിലോ റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കിലോ റവ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനാവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഉപ്പും കടുക് ഒന്ന് പൊട്ടിക്കാൻ ഒരല്പം ഓയിലും കൂടെ, കുക്കിംഗ് ഓയിലും കൂടെ വേണം. ഞാനൊരു ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ ചെമ്പ് ഒന്ന് ചൂടാവുമ്പം നമുക്കൊരു അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഒരു അല്പം എണ്ണ മതി. നമ്മൾ നെയ്യിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ നെയ്യ് ഇതിനകത്തോട്ട് നെയ്യിൽ വറുത്തിട്ടാണ് ഞാനിത് ഈ ഉപ്പുമാവ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് ഞാനിത് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട് ഇവിടെ. നമുക്കിനി അതിനകത്തോട്ട് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടുന്നുണ്ട്. ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത്, ജിഞ്ചർ, പച്ചമുളകും ഇഞ്ചി കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുത്ത്, ഇനി അതിനകത്തോട്ട് ഈ മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് വറുക്കാം. അതിൽ കൂടെ തന്നെ മുന്തിരിങ്ങ ഇട്ട് കൊടുത്ത് സവാള ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുത്ത് അടുത്ത സവാള ഇട്ട്. സവാള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിനോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഉപ്പിട്ട് കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് സിമോലിന ഇട്ട് കൊടുത്ത് ഇതിലോട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിനകത്തോട്ട് ചൂട് വെള്ളേ ഒഴിക്കാവൂ. നിങ്ങൾ തണുത്ത വെള്ളേ ഒഴിക്കരുത്. നല്ലൊരു നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് എണ്ണയിൽ നെയ്യിലും കിടന്നൊന്ന് വറുത്തെടുക്കാം. ഇവിടെ ഒരുവിധം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം ഇട്ട് നല്ലതായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ നമ്മൾ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. തണുത്ത വെള്ളം ആരും ഒഴിച്ച് കളയരുത്. ചൂട് വെള്ളേ നമുക്ക് ഉപ്പുമാവിന് എപ്പോഴും നമുക്ക് ചൂട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റിലിടാം. നല്ല മാവെല്ലാം നല്ലതുപോലെ വെന്തതാണ്. നെയ്യിൽ വറുക്കുന്നത് കൊണ്ട് നല്ലതുപോലെ വെന്താണ് ഈ മാവ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് സ്റ്റീമിലിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ പരുവം. നോക്കി, ഇതേ പരുവത്തിനാക്കിയിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് ഒന്ന് സ്റ്റീമിലിടാം. സ്റ്റീമിലിട്ടിട്ട് 10 മിനിറ്റ് സ്റ്റീമിലിട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം.
ഇതിന് നമുക്ക് അങ്ങോട്ട് സ്റ്റീമിലോട്ട് ഇട്ട് കൊടുക്കാം. സ്റ്റീമിലിടുമ്പോൾ തീ കുറച്ചേ ഇടാവൂ. ഒരു അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് സ്റ്റീമിലിട്ട് കൊടുക്കാം. ചെറിയ ഫയറിലേ ഇടാവൂ. ചെറിയ തീ വെച്ച് കൊടുക്കണം. ചെറിയ തീയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് സ്റ്റീമായി വരട്ടെ. വലിയ തീ വെച്ചാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറിയ തീ വെച്ച് നമുക്ക് സ്റ്റീമാക്കി എടുക്കാം. ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. യല്ല 10-12 മിനിറ്റ് ഞാൻ സ്റ്റീമിലിട്ടു. അത് ഇപ്പം തയ്യാറായിട്ടുണ്ട്. ഇതാ നോക്കൂ സഹോദരങ്ങളെ, നല്ല കട്ടയെല്ലാം നല്ലപോലെ ഇതാ നോക്കിക്കാണി. ആവശ്യത്തിന് വെള്ളമൊഴിഞ്ഞ് സൂപ്പർ ഒരു ഉപ്പുമാവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ മുന്തിരിയുടെ ഒരു മധുരവും ആ ക്യാരറ്റിൻ്റെ ഒരു മധുരവും എല്ലാം കൂടി ആകുമ്പം അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. നിങ്ങളിത് നമുക്കിതാ ഞാൻ ഇതേമാതിരി ഒരു കാസറോൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. നിങ്ങളൊന്ന് നോക്കിക്കോളീ സഹോദരങ്ങളെ. മാഷാ അല്ലാഹ് തബാറക്കത്ത് റഹ്മാൻ. ഇതൊന്ന് നോക്കിക്കാണി, നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കാണി. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. ഈ ഉപ്പുമാവ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ എങ്ങനെ ഉണ്ടെന്ന്. കളർഫുള്ള് വാവ്. ഇതൊന്ന് നോക്കി, എല്ലാവരും ഒന്ന് ട്രൈ നോക്കി. ഇത് നല്ല വെറൈറ്റി ഒരു ഉപ്പുമാവാണ്. നിങ്ങൾ ആരും മടിച്ചിരിക്കരുത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനൊക്കെ പെട്ടെന്ന് ഒരു 1/2 കിലോ റവ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കാൻ നല്ല സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പർ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ടേസ്റ്റാണ് ഇതിന്. മുന്തിരിങ്ങയൊക്കെ ഇടുന്നത് കൊണ്ട് കണ്ടല്ലോ സഹോദരങ്ങളെ. നിങ്ങളൊന്ന് നോക്കിക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വേഗം പോയി ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം നിങ്ങൾ എന്നെ അറിയിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് നല്ല വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കാനുള്ള എനിക്ക് കൂടുതൽ എനർജി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം.